ഇന്ന് നമ്മൾ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കണം. കുറച്ച് 2 പാക്കറ്റ് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അതിൽ ഇത്തിരി ഉപ്പ്, കുരുമുളകും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. 2 പ്രാവശ്യമായിട്ട് നമ്മളത് വറുത്തെടുത്തിട്ടുണ്ട്. അത് വറുത്തെടുക്കുമ്പോൾ അതിലിങ്ങനെ കുറച്ച് മസാല വരും. ആ മസാലയ്ക്കാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ആ മസാല നമ്മൾ വറുത്ത് വെക്കണതിൻ്റെ മുകളിലേക്ക് കോരി ഇങ്ങനെ വയ്ക്കുക. അത് കരിയൂല, ഒന്ന് മുരിഞ്ഞിട്ടുണ്ടാവുള്ളൂ. അത് കോരി ഇങ്ങനെ വയ്ക്കണം. അതെല്ലാം കൂടെ വറുത്തതെല്ലാം എടുത്ത് വയ്ക്കുക. അതിന് ശേഷം നമ്മൾ കുറച്ച് സവാള ഒരു 2 സവാള നമ്മൾ അരിഞ്ഞ് വയ്ക്കുക. മീഡിയം സൈസ് സവാള അത് അരിഞ്ഞ് വെച്ചതിന് ശേഷം കുക്കർ അടുപ്പത്തേക്ക് വെച്ച് അതിൻ്റെ അകത്തേക്ക് കുറച്ച് നെയ്യും കുറച്ച് ഒലിവ് ഓയിലും ഒഴിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായി, ബേ ലീഫ് എല്ലാം ഇട്ടിട്ട് അതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച സവാള ഇട്ട് ഒന്ന് വഴണ്ട് വരുമ്പോൾ കുറച്ച് ഒരു പച്ചമുളക് അരിഞ്ഞിടുക. അതിന് ശേഷം നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി അരിഞ്ഞതിടുക. അത് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് തക്കാളി ആഡ് ചെയ്യുക. തക്കാളി ഒന്ന് വഴറ്റണം. അത് നന്നായിട്ട് ഇതാവണമെന്നില്ല, അത് വഴറ്റി വയ്ക്കുക. അതിന് ശേഷം നമ്മൾ ഒരു സൈഡിൽ അടുത്ത ട്രിപ്പ് നമ്മളിത് ചെമ്മീൻ ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം ഈ കുക്കറിലേക്ക് 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ നമ്മൾ സാധാരണ മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ മതി. എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെയും കൂടി എരിവ് കറക്റ്റായിരിക്കും. അപ്പോൾ 1/2 ടീസ്പൂൺ ഒരു മുളക് പൊടി, പിന്നെ കുറച്ച് പുതിനയില, ഇതെല്ലാം ഇട്ടതിന് ശേഷം ഒരു 3-4 ടേബിൾ സ്പൂൺ തൈരും കൂടി ഒഴിക്കുക. തൈര് നല്ല കട്ട തൈരാണ്, അത് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം കുറച്ച് ഉപ്പിടുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് പിന്നെ നമ്മൾ വറുത്ത് വെച്ച കുറച്ച് ഒരു 1/4 ഭാഗത്തോളം ചെമ്മീൻ അതിലൊക്കെ ആഡ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. പിന്നെ നമ്മൾ അരി കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 4 കപ്പ്, ചെറിയ കപ്പ് അരിയാണ്. അപ്പോൾ അതിന് നമ്മൾ 7-7.5 ഗ്ലാസ് അരി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ മല്ലിയില ഇട്ട് കുറച്ച് നെയ്യും ആഡ് ചെയ്ത് ഒരു ചെറിയ ഹാഫ് നാരങ്ങയും പിഴിഞ്ഞൊഴിച്ച് കുക്കർ അടപ്പത്ത് വയ്ക്കാം. ഒരു 3 വിസിൽ, അത് കഴിഞ്ഞിട്ട് ഒരു 11 മിനിറ്റ് നമ്മൾ സിമ്മിൽ വെച്ചാൽ മതി. പിന്നെ വിസിലൊന്നും അടിക്കേണ്ട. ഒരു 3 വിസിൽ അടിച്ച ശേഷം 11 മിനിറ്റ് നമ്മൾ സിമ്മിൽ വെച്ച് കഴിഞ്ഞിട്ട് കുക്കർ ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ തുറന്ന് നോക്കിയാൽ ഇതേപോലെ നല്ല കറക്റ്റ് പാകത്തിന് റൈസൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പം നല്ല അടിപൊളി പാകമാണ്. അതിലേക്ക് നമ്മൾ കുറച്ച് ഫ്രൈ ചെയ്ത നമ്മൾ ചെമ്മീൻ അതിലേക്ക് ആഡ് ചെയ്ത് നല്ല ഒന്ന് മിക്സ് ചെയ്ത് കഴിച്ചാൽ അടിപൊളി ചെമ്മീൻ ബിരിയാണിയാണ്. നമ്മളിതിൽ സവാളയൊന്നും വറുത്തിട്ടിട്ടില്ല, അധികം സമയവും വേണ്ട. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റൊക്കെ പറയൂ കേട്ടോ. ബൈ.